ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങൾ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഇപ്പോൾ നാസ വഴി ഒരു രാജ്യത്തിന്റെ നേട്ടം അല്ലെങ്കിൽ അവരുടെ ശ്രമം എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് സംയുക്തമായ സംരംഭം എന്ന നിലയിലേക്ക് ബഹിരാകാശ യാത്രകൾ മാറുകയാണ്. അത് വിനോദത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനാണെങ്കിലും അതല്ല, ഇനി മറ്റു ഗ്രഹങ്ങൾ, ഇതര ഗ്രഹങ്ങളിലെ അവിടെ ജീവനുണ്ടോ എന്നതിലുള്ള പരിശോധനകൾക്കായാലുമൊക്കെ രാഷ്ട്രങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള സംയുക്ത സംരംഭം എന്ന നിലയിലേക്ക് ഇതെല്ലാം മാറുന്നു. വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ ഇവരുടെ സംയുക്തമായ സംഘം അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരം ദൗത്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉറപ്പായും ബഹിരാകാശ നിലയത്തിലേക്കും ബഹിരാകാശത്തേക്കുമുള്ള വിനോദസഞ്ചാരികൾക്ക് പോകാൻ പറ്റുന്ന പാകത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്നു. അതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്നത് പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ചിലവ് കുറെ കൂടി കുറച്ചുകൊണ്ട് ഇത്തരം ബഹിരാകാശ യാത്രകൾ സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു. ബഹിരാകാശ യാത്രകൾ സുരക്ഷിതമായി, അതിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഫ്ലോലെസ്സായി, മറ്റ് പിഴവുകളൊന്നുമില്ലാതെ തന്നെ നടപ്പാക്കാൻ കഴിയുക എന്നതിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്, ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ അപകടരഹിതമായി എല്ലാവർക്കും അവരെ കൊണ്ടുപോകാൻ പാകത്തിലേക്ക് ഈ കാര്യങ്ങൾ വളരും. അധികം താമസിയാതെ തന്നെ, അല്ലെങ്കിൽ അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊക്കെ ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ശുഭാംശു ശുക്ലയും സംഘവും പൂർത്തിയാക്കി ഭൂമിയിലേക്ക് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവർ ഒരു പുതിയ ഇത്തരം പരീക്ഷണങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഒരു പുതിയ ദൗത്യത്തിന് അവർ തുടക്കം കുറിച്ചിരിക്കുന്നു. ഭാവിയിൽ നമുക്ക് ബഹിരാകാശ നിലയം സന്ദർശിക്കാനും ബഹിരാകാശ യാത്ര നടത്താനുമൊക്കെ സഹായകരമാകുന്ന തരത്തിലേക്ക് ഇത് മാറാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ബഹിരാകാശ നിലയം എന്നത് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ്. അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60 പരീക്ഷണങ്ങളാണ് ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല അടക്കമുള്ള ബഹിരാകാശ യാത്രികർ നടത്തിയിട്ടുള്ളത്. ആ പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ, അത് ഭൂമിയിൽ എത്തിയ ശേഷം നടത്തുന്ന അതിൻ്റെ തുടർ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, നിർണായകമായേക്കാവുന്ന വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഭാവിയിലുള്ള ബഹിരാകാശ യാത്രകൾക്ക് സഹായകരമാകുന്ന തരത്തിൽ വിനിയോഗിക്കാൻ കൂടിയായിരിക്കും നമ്മൾ ശ്രമിക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി, അതിൻ്റെ ഭാഗമായ ശുഭാംശു ശുക്ലയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ പരിശീലനം എന്ന് നമുക്ക് ഈ യാത്രയെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഭാരതീയൻ എന്ന നിലയിലുള്ള ഒരു ചരിത്രം എഴുതിക്കൊണ്ടാണ് ശുഭാംശു ശുക്ല അദ്ദേഹത്തിൻ്റെ യാത്ര പൂർത്തിയാക്കി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. ഭാവിയിൽ ഇതര ഗ്രഹങ്ങളിലേക്കുള്ള ഗോളാന്തര യാത്രകളിലേക്കും അതോടൊപ്പം തന്നെ ബഹിരാകാശത്തേക്കുള്ള യാത്രകളും അതുപോലെ വിനോദ സാധ്യതകൾ നോക്കിക്കൊണ്ടുള്ള യാത്രകളിലേക്കുമൊക്കെ കൂടുതൽ അതിന് സഹായം നൽകുന്ന, അല്ലെങ്കിൽ അത് എളുപ്പത്തിലാക്കുന്ന, നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ യാത്ര മാറാൻ പോകുന്നു എന്ന് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താം. ഏതായാലും ശുഭാംശു ശുക്ല അടക്കമുള്ള 4 പേരുടെ ഭൂമിയിലേക്കുള്ള സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 422 കിലോമീറ്റർ അകലെയാണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 422 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ പേടകമുള്ളത്. മണിക്കൂറിൽ 26,487 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബഹിരാകാശ നിലയത്തിൽ നിൽക്കുമ്പോൾ 16 സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണും. കാരണം അത്ര വേഗത്തിലാണ് ഭൂമിയെ വലം വെച്ചുകൊണ്ട് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത്. ഇനി ഭൂമിയുടെ ഭ്രമണപഥത്തെ ഘട്ടം ഘട്ടമായി വലയം വെച്ചുകൊണ്ടാണ് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഓരോരോ ഘട്ടങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അവർ എത്താൻ പോകുന്നത്. നാളെ ഈ സമയമാകുമ്പോഴേക്കും ശുഭാംശു ശുക്ല അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരും സുരക്ഷിതരായി അവർ പസഫിക് സമുദ്രത്തിലേക്ക് അവരുടെ ബഹിരാകാശ പേടകം ഡ്രാഗൺ ഗ്രേസ് എന്ന ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അവിടെ അവരെ കാത്ത് മെഡിക്കൽ സംഘം അടക്കമുള്ള നാസയുടെയും ആക്സിയത്തിൻ്റെയും ആളുകൾ, ആ സംഘം അവരെ കാത്ത് കപ്പലിലുണ്ടാകും. അവരെ പിന്നീട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റും. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശ നിലയത്തിൽ നിന്നും ഗുരുത്വബലമുള്ള ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ വേണ്ടി 7 ദിവസം അവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും അവർക്ക് സാധാരണ നിലയിൽ നമ്മളെപ്പോലെ ഭൂമിയിൽ പിന്നീട് പെരുമാറാൻ കഴിയുക. ഏതായാലും ചരിത്ര നേട്ടവുമായി ബഹിരാകാശ സഞ്ചാരം പൂർത്തിയാക്കി വരുന്ന ഈ 4 യാത്രികർക്കും ശുഭകരമായ ഒരു മടക്കം നമുക്ക് ആശംസിക്കാം. അവർ നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോഴേക്കും ഭൂമിയിൽ നമുക്കൊപ്പം ഉണ്ടാകും. പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കാം നമുക്ക്.